അപ്പം ജീമ്, ജീമിന് കസർ കൊടുത്തപ്പോൾ ജി, ജീമ്, ജി, ജീമ്, ജീമ്, താഴെ ഒരു പുള്ളിയുള്ള അക്ഷരമാണ് ജീമ്. ഇതിന് പുള്ളി ഇല്ലെങ്കിൽ നമ്മൾ പറയായിരുന്നു ഹ എന്ന്. പുള്ളി ഇല്ലെങ്കിൽ, പുള്ളി ഇല്ലാത്തപ്പോൾ പറയുന്നതായിരുന്നു ഹ, തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച്. ഇത് താഴെ ഒരു പുള്ളി ഉള്ളപ്പം ഇടയ്ക്കൊരു പുള്ളി കൊടുത്തപ്പം ജീമ്, ജി, ജീമ്, ജി, ജീമ്, ജി, ജീമ്, ജി, ജീമ്, ജി, ജീമ്, ജി. ഇത് നൂന്, നൂന്, തന്മീൻ കൊടുത്തപ്പം നുൻ, നുൻ. ഇത് ശബ്ദം എന്ന് പറയും. ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുന്നതിന് ശബ്ദം എന്ന് പറയും. അതിന് നുൻ, ജിന്നുൻ, ജിന്നുൻ, ജി നുൻ, ജി നുൻ, ജി നുൻ, ജി നുൻ, ജി നുൻ. ചേർത്ത് പറയുമ്പം ജിന്നുൻ, 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 ജി നുൻ, ജി നുൻ, ജിന്നുൻ, 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 ജിന്നുൻ. അടുത്തത് ജീമ്, ജീമ്. ജീമിന് കസർ കൊടുത്തപ്പം ജി, ജീമിന് കസർ കൊടുത്തപ്പം ജി എന്ന് വായിച്ച്. ഇത് നൂന്, നൂന്. ഫത്തഹ് കൊടുത്തപ്പം നാന്ന് വായിച്ച്, ഷദ് കൊടുത്തപ്പം ഇന്നാന്ന് വായിച്ച്. ഫത്തഹ് കൊടുത്തപ്പം നൂനിന് ഫത്തഹ് കൊടുത്തപ്പം നാന്ന് വായിച്ച്, ഷദ് കൊടുത്തപ്പം ഇന്നാന്ന് വായിച്ച്. ജി ഇന്ന, ജി ഇന്ന, ജി ഇന്ന, ജി ഇന്ന, ജി ഇന്ന. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പം ജിന്ന, 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 ജിന്ന. ഇത് ഹ എന്നുള്ള ഒരു അക്ഷരം നമ്മൾ പഠിച്ച്, അതിൻ്റെ വേറൊരു രൂപമാണ്. ഇങ്ങനെ എഴുതിയാൽ ഇതും ഹ ആണ്. ഇത് ചെറിയ ഹ എന്ന് പറയും. അതിൻ്റെ മുകളിൽ രണ്ട് പുള്ളി കൊടുക്കുമ്പോൾ ത എന്നും പറയും. ഇത് ഹ ആണ്. ഇങ്ങനെ എഴുതും. വലിയ ഹാഇനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഹാ കഴിഞ്ഞപ്പം അതിനെ ചെറുതായിട്ട് ചെറിയ രൂപത്തിൽ എഴുതുമ്പം ഇങ്ങനെ എഴുതും. രണ്ട് പുള്ളി ഇല്ലെങ്കിൽ ഇത് ഹ എന്ന് പറയും. രണ്ട് പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് പറയും. രണ്ട് പുള്ളി കൊടുക്കുമ്പം അതിനെ ത എന്നാണ് പറയുന്നത്. അന്നേരം ഈ അക്ഷരം ത ആണ്. ഈ അക്ഷരം ത ആണ് പുള്ളി വന്നപ്പം. പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് പറയും. പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് പറയും. പുള്ളി ഉണ്ടെങ്കിൽ ത എന്ന് പറയും. ഇതിന് പുള്ളി ഉണ്ടെങ്കിൽ ത എന്ന് പറയും. അന്നേരം തുൻ, തുൻ. ഹ ആണ്. രണ്ട് പുള്ളി കൊടുത്തപ്പോൾ അത് ത എന്ന് വായിക്കും. രണ്ട് ലൊമ്പ് കൊടുത്തപ്പോൾ തുൻ, തുൻ. അന്നേരം ജി ന തുൻ, ജി ന തുൻ, ജി ന തുൻ, ജി ന തുൻ, ജി ന തുൻ. ചേർത്ത് പറയുമ്പം അങ്ങനെയല്ല വായിക്കണ്ടേ. ജിന്നത്തുൻ, 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 ജിന്നത്തുൻ. പദങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡിൽ വായിക്കണം. ഞാൻ ആദ്യമേ സ്ലോബി ചെയ്ത് പറഞ്ഞിട്ടാണ് ഇപ്പം സ്പീഡിൽ പറയുന്നത്. ജിന്നത്തുൻ. ഇത് ജിന്നുൻ, 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 ജിന്നത്തുൻ, ജി ന തുൻ, ജി ന തുൻ, ജി ന തുൻ, ജിന്നത്തുൻ, 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 ജിന്നുൻ, 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 ജിന്നത്തുൻ, 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 ജിന്നുൻ, 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 ജിന്നത്തുൻ, ജിന്നത്തുൻ, ജിന്നത്തുൻ. അടുത്തത്
ജീമ്, ഇത് ജീമ്. ഇപ്പോൾ ഫതഹ് കൊടുത്തപ്പം ജ, ജീമിന് ഫതഹ് കൊടുത്തപ്പം ജ എന്ന് വായിച്ച്. ഞാൻ പറഞ്ഞ് പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് വായിക്കും. ഹ, തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച്. ഇത് താഴെ ഒരു പുള്ളി, ഇവിടെ ഒരു പുള്ളി വന്നപ്പം ഇതിന് ജീമെന്ന് വായിക്കും. ഈ അക്ഷരം ജീമാണ്. ഫതഹ് കൊടുത്തപ്പം ജ, ജ, ജീമിന് ഫതഹ് ജ, 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 ജ. ഇത് നൂന്, നൂന് ഒരു പുള്ളി എടുത്തേക്കുന്നുണ്ടോ? നൂന്. ഫതഹ് കൊടുത്തപ്പം ന, ഷദ് കൊടുത്തപ്പം ന, ജ ന, ജ ന, ജ ന, ജ ന, ജന്ന, ജന്ന. രണ്ടക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പറയും. ജന്ന, ജന്ന. ഇത് ഹ ആണ്. പുള്ളി ഇല്ലെങ്കിൽ ഇത് ഹ എന്ന് പറയും. ഇത് ചെറിയ ഹ ആണ്. ഇങ്ങനെ ഒരു ഹാഇനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണിത്. ഇംഗ്ലീഷ് അക്ഷരം പോലെ. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം വലിയ അക്ഷരമുണ്ട്, ചെറിയ അക്ഷരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇത് ചെറിയ ഒരു അക്ഷരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനെ ഹ എന്ന് പറയും. ഇതേ ഹാഇൻ്റെ മുകളിൽ രണ്ട് പുള്ളി കൊടുത്താൽ താ എന്ന് പറയും. താ, താത്തി, തൂത്ത് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് അന്നേരം ഇത് താ ആണ്. പുള്ളി വന്നപ്പോൾ താ എന്ന് വായിച്ച്. തുൻ, ജന്നത്തുൻ, 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 ജന്നത്തുൻ. ഒന്നുകൂടെ പറയാം. ജിന്നുൻ, 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 ജിന്നുൻ. നിങ്ങൾ കുറേ ആവർത്തിച്ചോണം. ഭാഷ പഠിക്കുമ്പം കുറേ പദങ്ങൾ, നല്ല രീതിയിലുള്ള പദപരിചയങ്ങൾ, വായനാശീലം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒറിജിനൽ പഠനം എന്ന് പറയുന്നത്. അല്ലാതെ 2 3 പ്രാവശ്യം ഞാനും അങ്ങോട്ട് പറയും, നിങ്ങൾ കേട്ടുകൊണ്ട് അങ്ങ് പോയി അതൊരു പഠനം നമ്മുടെ മനസ്സിലോട്ട് തട്ടത്തില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിലോട്ടങ്ങ് പതിയണം. കുറേ പ്രാവശ്യം നിങ്ങളൊന്ന് ആവർത്തിച്ച് സ്വയം ആവർത്തിച്ച് പറയണം. അന്നേരം ജീമിന് കസർ ജി, നൂന്, ന, ഷദ് കൊടുത്തപ്പോൾ ഇന്ന, ജിന്ന. ഇത് താ, പുള്ളി വന്നപ്പോൾ താ എന്ന് പറയും. തുൻ, ജിന്നത്തുൻ, 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 ജിന്നുൻ, 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 ജിന്നത്തുൻ, ജിന്നത്തുൻ, ജിന്നത്തുൻ. അടുത്തത് ജീമ്, ജ. ഇത് നൂന്, ന. ഫതഹ് കൊടുത്തപ്പം നാന്ന് വായിച്ച്. ഷദ് കൊടുത്തപ്പം ഇന്നാന്ന് വായിച്ച്. ജന്ന, 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 ജന്ന. ഇത് ഹ, പുള്ളിയില്ലാത്ത ചെറിയ ഹ. ഇത് ചെറിയ ഹ ആണ്. വലിയ ഹ നമ്മൾ ദാല് പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ കൊണ്ടുവരുന്ന ഒരു അക്ഷരം പഠിച്ചായിരുന്നു. ഹോ, ഹോ എന്നൊരു ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരം. അതേ അക്ഷരം തന്നെ ഇത്. ഈ അക്ഷരത്തിൻ്റെ മുകളിൽ പുള്ളി വന്നപ്പം അക്ഷരത്തിന് ഉച്ചാരണം മാറ്റുക, വേറെ അക്ഷരമായി. ഇത് ത എന്ന് പറയും. പുള്ളി ഇല്ലെങ്കിൽ ഇതിനെ ഹ എന്ന് പറയും. പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് പറയും. 2 പുള്ളി മുകളിൽ കൊടുത്താൽ ത എന്ന് പറയും. നമ്മൾ താ, തീ, തു, ഹ എന്ന് പഠിച്ച് പിന്നെ ത എന്ന് പറഞ്ഞ്. അപ്പം ഇത് ത ആണ്. 2 പുള്ളി മുകളിൽ വന്നപ്പം ത, തുൻ, ത, തുൻ, ത, തുൻ, ത, തുൻ, ത, തുൻ. ജ ന തുൻ, ജ ന തുൻ, ജ ന തുൻ, ജ ന തുൻ. ജന്നത്തുൻ, 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 ജന്നത്തുൻ. അടുത്തത് ഹ. ഇപ്പം ജീമ്, ഇത് താഴെ പുള്ളി വന്നാൽ ജീമെന്ന് വായിക്കും. ഈ അക്ഷരത്തിൻ്റെ താഴെ പുള്ളി വന്നാൽ ജീമെന്ന് വായിക്കും. പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് വായിക്കും. ഹ, തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് ഹ എന്ന് പറയും. ഹ, ഹ, ഹ.
കണ്ടോ ഫത്തഹ കൊടുത്തപ്പോൾ ഹ എന്ന് പറഞ്ഞ് ഹ. മുകളിൽ പുള്ളി വന്നപ്പോൾ ഹ ഹ കാർക്കിച്ച് പറയണം. ഹ പുള്ളി വന്നു, മുകളിൽ പുള്ളി ഉള്ളതിന് ഹ ഹ ഹ ഹ. ഫത്തഹ ഉപയോഗിച്ചപ്പം ഹ എന്ന് വായിച്ച് ഹ ഹ ഹ ഹ. ഇത് പുള്ളി ഇല്ലാത്തപ്പം നമ്മൾ സ്വാദെന്ന് വായിച്ച്. പുള്ളി ഇല്ലാത്ത അക്ഷരം ഇത് സ്വാദ്. സ്വാദ് വാ നിറച്ച് ശബ്ദം കയറ്റി പറയും. വാ നിറച്ച് ശബ്ദം കയറ്റി പറയും. പുള്ളി ഉള്ളപ്പം ഒരുപാടുണ്ട്. ലാദെന്ന് പറയും. പുള്ളി ഉള്ളപ്പം ലാദ് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയണമെന്നാണ് പറഞ്ഞത്. ലാദ് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയണം. രണ്ടാലൊരു സൈഡിലേക്ക് ചേർത്ത് പറയുന്ന ഒരു അക്ഷരം ലാദ്. ലാദ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞു തന്നാൽ വീണ്ടും പറയാണ്. ചിലപ്പം എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ, അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ, മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുന്ന അതാണ്. അപ്പം പുള്ളി ഇല്ലെങ്കിൽ സ്വാദെന്ന് പറയും, പുള്ളി ഇല്ലെങ്കിൽ സ്വാദെന്ന് പറയും, പുള്ളി ഉണ്ടെങ്കിൽ ഇതിനെ പറയും ലാദ്. ലോ ലോ എൻ്റെ നാക്ക് സൈഡിലേക്ക് ചേർത്താണ് ഞാൻ പറയുന്നത്. ലോ 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 ലാദ്. സുക്കൂൻ കൊടുത്തപ്പം സുക്കൂൻ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത്. ല് ലി ലു ല് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയാം. ലി ലു ല് ലി ലു ല്. നമ്മൾ ശീലിക്കണം. ശീലിക്കുമ്പോൾ കിട്ടും. നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ ധരിച്ച് വെച്ചേക്കുന്ന പോലെ ഒരു അജ്ഞാത ഭാഷയൊന്നും അല്ല ഇത്. നമ്മൾ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ. പിന്നെ അത് ക്ലിയറാണ്. ഇതൊന്ന് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അക്ഷരം ഒന്നും ഇത്രയും ക്ലിയറായിട്ട് ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നെ മനസ്സിലായി കഴിഞ്ഞു. ആകപ്പാട് 28 അക്ഷരമാണുള്ളത്. ചിലതൊക്കെ മലയാളത്തിനോട് സാമ്യമുള്ളതുകൊണ്ട് ചിലത് പ്രത്യേകം ഉച്ചരിക്കണം. അത്രേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കി ഉച്ചാരണം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പാടൊന്നുമില്ല. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും കാണാത്തവർ, പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഞാനൊന്നും കൂടെ പരിചയപ്പെടുത്താൻ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഇത് പുള്ളിയില്ലാത്ത അക്ഷരത്തിൻ്റെ പേര് സ്വാദ്. പുള്ളി ഉണ്ടെങ്കിൽ ലാദ്. നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയാം. ലാദ് ലാദ് ലാദ്. ചുക്കും കൊടുത്തപ്പം ല് 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 ലി ലു ല് ലി ലു ല്. ആവർത്തിച്ച് പറഞ്ഞു നോക്കണം. അന്നേരം ഹ ല് ഹ ല്. വെറും ല് എന്ന് പറയരുത്. വെറും ല് എന്നല്ല. അന്നേരം ത്വ ല എന്ന് പറയുന്ന അക്ഷരമായി പോകും. അക്ഷരം മാറുമ്പം അർത്ഥം മാറും. അക്ഷരം മാറുമ്പം അർത്ഥം മാറും. ഹ ല് ഹ ല് ഹ ല് ലി ലു ല്. സുക്കൂൻ കൊടുത്തപ്പോൾ ല് എന്ന് പറയും. ഹ ല് ഹ ല്. ഇത് റാ റോ വാ എന്ന് പറയുന്ന ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരമാണ്. റോ വെറും റാ എന്നല്ല. റോ റുൻ 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 റാ റുൻ 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 റുൻ. അന്നേരം ഹ ല് നാക്ക് സൈഡിൽ ചേർത്ത് പറയണം. ഹ ല് ഹ ല് ഹ ല് ഹ ല് ഹ ല്. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പം ഹല് 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 ഹല്. നാക്ക് സൈഡിലേക്ക് ചേർത്ത് സ്പീഡിൽ പറയണം. രണ്ടക്ഷരങ്ങൾ തമ്മിൽ ഉച്ചരിക്കുമ്പം ആദ്യം പറഞ്ഞ പറച്ചിലല്ല, പിന്നീട് രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പം കുറച്ചുകൂടെ സ്പീഡിൽ വായിക്കും. ഹല് 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 ഹല്. കുറേ പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച് നോക്കിയേ. ഹല് 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 ഹല്. റുൻ ഖൽറുൻ 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 ഖൽറുൻ
ഖളുറുൻ. കുറേ പ്രാവശ്യം ഒന്ന് ആവർത്തിച്ചേ. ഖളുറുൻ 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 ഖളുറുൻ. അടുത്തത് ഐന്. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ഐന്. ഐന് ഫതഹ് കൊടുത്തപ്പം, അകാര ചിഹ്നം കൊടുത്തപ്പം പറയേണ്ടത് ആ ആ ആ ആ ആ ആ. ഫതഹ് അകാര ചിഹ്നം കൊടുത്തപ്പം ആ. ഇത് ഐനെന്നുള്ള അക്ഷരമാണ്. വെറും ഐനെന്നല്ല, വെറും ഐനെന്നല്ല പറയേണ്ടത്. ആ ആ ഐന് ഐന് ഫതഹ് കൊടുത്തപ്പം ആ ആ ആ. നമ്മൾ സാധാരണ ഈ എരുമയൊക്കെ കരയുന്ന കണ്ടിട്ടില്ല? ആ. ഞാൻ ഉദാഹരണം പറയാം, ഇനി എരുമയുടെ അക്ഷരമാണെന്നൊന്നും വിചാരിച്ച് കളയരുത്. അങ്ങനെ സൂചിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ച് എരുമയുടെ അക്ഷരം അറബിലുണ്ടെന്ന്. അതല്ല, അതിങ്ങനെ തൊണ്ട കണ്ട് ഇങ്ങനെ ഞെരുക്കി പറയാറുണ്ട്. ആ എന്ന് പറയുന്ന പോലെ ഐനാണ്. ആ. അകാര ചിഹ്നം കൊടുത്തപ്പോൾ ആ ആ ആ ആ ആ. വെറും ആന്ന് വായിക്കരുത്, അത് അലിഫിൻ്റെ ഉച്ചാരണം വന്നു പോവും, അത് വരരുത്. ആ ആ. ഇത് യാ ഇങ്ങനെ എഴുതി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞൊരു താറാവിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി താറാവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരക്ഷരമൊന്നും ഉണ്ടെന്നും പറഞ്ഞ് ഇനി വേറൊരാളിനോട് പറയരുത്. ഞാൻ നിങ്ങൾക്കൊരു സൂചന തന്നേ ഉള്ളൂ. ഒരക്ഷരത്തിൻ്റെ ഒരു രൂപം, 2 കാല്. താറാവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരക്ഷരം, അത് 2 കാല്. താറാവിൻ്റെ അക്ഷരമെന്നല്ല അർത്ഥം. നമുക്കൊരു പഠിക്കുന്നവർക്ക് ചില സൂചനകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇത് യാ എന്ന് പറയും. ഈ യാ എന്ന ഈ അക്ഷരത്തിൻ്റെ പേര്. സുക്കൂൻ കൊടുത്തപ്പം യാ ഈ യു. ആദ്യം നമ്മൾ പഠിച്ചത് യാ എന്നായിരുന്നു. അകാരം ഇകാരം ഉകാരം നിസ്വരം ഒന്നും ഇല്ലാത്തപ്പം നമ്മൾ പഠിച്ചത് യാ എന്നാ. അന്ന് എന്നാ ബ ത യാ എന്നിങ്ങനെയാണ് പഠിച്ചത്. ഇനിയിപ്പോൾ അതല്ല. സുക്കൂൻ കൊടുത്തപ്പം അകാര ഇകാരം ഉകാരം നിസ്വരം കൊടുക്കുമ്പം ഉച്ചാരണം വേറെയാണ്. യാ ഈ യു. അന്നേരം അകാര ഇകാരം ഉകാരം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ യാ ബ ജി താ എന്നൊക്കെ ഒരു ഉച്ചാരണം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങനല്ല. അകാരം ഇകാരം ഉകാരം ഒക്കെ കൊടുക്കുമ്പോൾ അക്ഷരത്തിന് സാധാരണയുള്ള മലയാള ഉച്ചാരണം വരുന്നുണ്ട്. ഇപ്പം യാ സുക്കൂൻ, 0 സുക്കൂൻ എന്ന് പറയുന്നത്. വെറും ആയെന്നല്ല പറയേണ്ടത്. ആയെന്നല്ല, ഐന ഐ കണ്ടോ? 2 അക്ഷരം തമ്മിൽ ചേർത്ത് പറയുമ്പോൾ അതിനെ സ്പീഡിൽ നമ്മൾ വായിക്കും. ഐ ഐ ഐ ഐ ഐ ഐ ഐ. വെറും ഐ എന്നല്ല, ഐ ഐ ഐ ഐ. അന്നേരം എരുമ പോലും ഐനെ ഉച്ചരിക്കുന്നെന്നായി ഉദാഹരണം ഞാൻ പറഞ്ഞത്. എരുമ എങ്ങനെ, അതിന് കാടിയോ വെള്ളമോ ആഹാരം കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ കരയും, എന്ന് പറയും. അതിലും ഐന് അങ്ങനെ ഉച്ചരിക്കും. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമാണ്. തൊണ്ടയുടെ സഹായത്തോടു കൂടി തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. ഹംസ്, ഹ, ഐന്, ഹ, ഐന്, ഹ. ഇത് 3 ഇത് 6. ഇത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അന്നേരം അത് ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പം ഐ ഐ ഐ. വെറും ഐ എന്ന് പറയരുത്. ഐ ഐ ഐ ഐ ഐ ഐ ഐ.
നൂന് നുൻ നൂന് നൂനിൻ്റെ ഘടന ഞാൻ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞന്ന് ഇങ്ങനെ ബാവും താവും അത് മൂന്നും ഇങ്ങനെ വള്ളം പോലെ നീട്ടി എഴുതുന്ന അക്ഷരമാണ്. ബാ താ സാ അത് മൂന്നും ബാൻ്റെ രൂപമായത് ഇതൊക്കെ നീട്ടി എഴുതുന്ന അക്ഷരമാണ്. പക്ഷേ ഇതിൻ്റെ ഘടന അങ്ങനെയല്ല. പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ വ്യത്യാസം കൊണ്ടെല്ലാം ഒരുപോലാണെന്ന് ധരിച്ചു വെച്ചേക്കുന്ന ചില വിദ്യാർത്ഥികളും അധ്യാപകരും പോലും ഉണ്ട്. അപ്പം അതിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഘടന അതാണ്. പുള്ളി പൊക്കി കൊടുക്കും. നുൻ ഐ അ യു നുൻ അ യു നുൻ അ യു നുൻ അ യു നുൻ ഐനുൻ 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 ഐനുൻ. തൊണ്ട വെച്ച് ഒരു 25 പ്രാവശ്യം ഒന്ന് ആവർത്തിക്കണം. ഐനുൻ ഐനുൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആകെ 28 അക്ഷരമേ അറബിലുള്ളൂ. ചിലതൊക്കെ മലയാളത്തിനോട് സാമ്യമുള്ള അക്ഷരമുണ്ട്, ചിലത് പ്രത്യേകം ഉച്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇത് മുസ്ലിങ്ങളുടെ ഭാഷയാണ്, ഇത് അവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കാർക്കും പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. ചില ഏതാനും അക്ഷരങ്ങളേ ഉള്ളൂ പ്രത്യേകം മനസ്സിലാക്കി ഉച്ചരിക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് സ്ലോ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ആവർത്തിച്ച് പറയുന്നുണ്ട്. സാധാരണ ഇങ്ങനെ പഠിപ്പിക്കുന്നവരാരും പഠിപ്പിക്കത്തില്ല, ആവർത്തിക്കത്തില്ല. അതവരുടെ ജോലിയല്ല. അവർക്ക് അങ്ങനെ ഇതങ്ങ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജോലിയൊന്നുമില്ല. പൊതുവേ ഒന്ന് പറഞ്ഞു പോകും, 3-4 പ്രാവശ്യമൊക്കെ പറഞ്ഞ് തട്ടിവിട്ട് അവരുടെ ജോലി കഴിയും. ഇതല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത്. ഇനി ഇത് പഠിക്കാൻ പറ്റത്തില്ല, ഞങ്ങളൊന്നും പറയരുത്, അങ്ങനെ പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് തന്നെ പറയണം, എനിക്ക് ഉച്ചരിച്ചിട്ട് പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. ഇനി എഴുത്തൊക്കെ നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പിന്നീട് ഇച്ചിരിയുടെ കഴിഞ്ഞിട്ട്. അപ്പം അന്നേരം ഉച്ചരിക്കുന്നതും ഒക്കെ നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഈസിയായിട്ട്, വളരെ ഈസിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആവർത്തിക്കണം. ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം നമ്മളൊരു വീഡിയോ കണ്ട് ചിലപ്പോൾ എല്ലാം ഒന്നും മനസ്സിലായില്ല. അന്നേരം എന്ത് ചെയ്യണം? വീണ്ടും അതേ വീഡിയോ ആവർത്തിച്ച് നമ്മൾ കാണണം. രണ്ടാമത്തേന് നമുക്ക് ഇനി മനസ്സിലായില്ല, എന്നാൽ പിന്നെ മൂന്നാമത് വീണ്ടും ഇടണം. വീണ്ടും ആദ്യം മുതൽ എൻ്റെ സൺ മീഡിയ abdurrahman.com എന്ന് അടിച്ചു കൊടുക്കുമ്പം യൂട്യൂബിൽ വരുന്ന അതങ്ങനെ ചെയ്യുമ്പം നമുക്കത് വീണ്ടും ഒന്ന് 3-4 പ്രാവശ്യമൊക്കെ ചിലപ്പം ഒട്ടും മനസ്സിലാക്കാത്തവർക്ക് ഒന്ന് ആവർത്തിച്ച് വീഡിയോ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പറയേണ്ടത് ഐനുൻ 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 ഐനുൻ. അടുത്തത് ബാ. മനസ്സിലാക്കണം, ബായും നൂനും വ്യത്യാസമുണ്ട്. ബാ വള്ളം പോലെ ഇങ്ങനെ നീട്ടി എഴുതുന്ന അക്ഷരമാണ് ബാ. ബാഇന് പ്രത്യേക ബാഇന് പ്രത്യേക കൊടുത്തപ്പം ബാ. ആദ്യം നമ്മൾ ബാ താ എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത്, അറബ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം. കാരണം അതിന് അന്നേരം അപ്പോൾ അകാരം ഇകാരം ഉകാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കേണ്ടതായിട്ട് വന്നത്. അറബിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മലയാളം പോലെ മാ ക ത എന്നൊന്നും പറഞ്ഞില്ല. എന്താ? അകാരം ഇകാരം ഉകാരം ചിഹ്നങ്ങൾ വരുമ്പോഴേ ഈ ബാ എന്ന് വായിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ബാ താ സാ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ബാഇന് ഫത്ഹ് ബാ. ഇത് ഹാ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയണം. ഹാ ഇച്ചിരി നീട്ടി പറയാം. നമ്മൾ നല്ല കടുപ്പത്തെ ഒരു ചായ അങ്ങോട്ട് കുടിച്ചു. നമ്മളൊരു ഒരു ശ്വാസം അങ്ങോട്ട് വിടുക. ചായ അങ്ങോട്ട് കുടിച്ചു, നല്ല കടുപ്പം. നമ്മൾ വളരെ ക്ഷീണിതനായിട്ടിരിക്കുമ്പോൾ ഒരു നല്ല കടുപ്പത്തെ ഉള്ള ഒരു ചായ അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് 2-3 പ്രാവശ്യം 2-3 കവള് ചായ അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ തുറന്നു വരും. നമ്മൾ തൊണ്ടയ്ക്കൂടെ ശ്വാസം പുറപ്പെടുവിച്ച് പറയും. കണ്ടോ? ഹായത് ഹാ തൊണ്ടയ്ക്കൂടെ കാറ്റ് വരണം. ചുക്കും കൊടുത്തപ്പം ഈശ്വരം ഹേ എന്ന് പറഞ്ഞു. ബ
ഹ് ബഹ് ബ ഹ് 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 എന്നാണ് അപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി ഇത് രണ്ടക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ അങ്ങനല്ല. ഇനി സ്പീഡ് പറഞ്ഞു എങ്ങനെ? ബഹ് 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 ബഹ്. ഉണ്ടോ? ഞാൻ വായിച്ചു കേട്ടോ. രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേർന്ന ബഹ് എന്നല്ല പറയേണ്ടത്, ബഹ്. തൊണ്ടയ്ക്കൂടെ കാറ്റ് വരികയും വേണം. ബഹ് 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 ബഹ്. ഇത് റാ റുൻ. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരും. കാരണം ഇത് സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഈ അക്ഷര അർത്ഥം കൂടെ ഒന്നും പഠിച്ചു പോകണ്ട. അതൊക്കെ ഞാൻ പരിചയപ്പെടും, എല്ലാം പരിചയപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഞാൻ. ഇപ്പോൾ ഇത് പഠിക്കണ്ട, കാരണം ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടണ്ട. ഓരോ കാര്യങ്ങൾ ആദ്യം വായനാശീലം എഴുത്തും ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇതെല്ലാം പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ബ ഫത്തഹ് ബ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. തൊണ്ടയ്ക്കൂടെ കാറ്റ് വരണം. ബ ഹ ബ ഹ ബ ഹ ബ ഹ ബ ഹ ബ ഹ. വായിക്കേണ്ട ബഹ് എന്നല്ല, ബഹ് ബഹ് ബഹ്. ഉണ്ടോ? രണ്ടക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പം നമ്മൾ പറയണ്ട ബഹ് 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 റുൻ ബഹ് റുൻ ബഹ് റുൻ റാ റുൻ 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 റാ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ്. അല്ല ബഹ് റുൻ അങ്ങനെയല്ല വായിക്കേണ്ടത്. നമ്മുടെ മലയാളം അങ്ങനെ തന്നെ, ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ആദ്യം ഇങ്ങനെയൊക്കെ നിർത്തി പറയും, പിന്നീട് അതിൻ്റെ സ്പീഡിൽ പറയണമല്ലോ. അതാണല്ലോ എൻ്റെ ഉച്ചാരണം. ബഹ് റുൻ ബഹ് റുൻ. സ്പീഡിൽ പറയണം. ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ. ഒന്നുകൂടെ ബ ഫത്തഹ് ബ ഹ സുക്കൂൻ ഹ ബ ഹ ബ ഹ ബ ഹ ബ ഹ റാ റുൻ റാ റുൻ റാ റുൻ റാ റുൻ റാ റുൻ റാ റുൻ റാ റുൻ. അന്നേരം ബഹ്റുൻ അങ്ങനെയല്ല വായിക്കേണ്ടത്. ബഹ്റുൻ എന്നല്ല, ബഹ്റുൻ ബഹ്റുൻ ബഹ്റുൻ. ഉണ്ടോ? ബഹ്റുൻ. രണ്ടക്ഷരങ്ങൾ അങ്ങോട്ട് ചേരുമ്പോൾ പെട്ടെന്ന് പറയണം. ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനിത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വച്ചല്ല ഈ പഠിപ്പിക്കുന്നത്. കാരണം ഇത് മുസ്ലിം അല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ മതസ്ഥർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും പഠിക്കാം. ഭാഷയായത്, ഭാഷ പഠിക്കല, ലോക ഭാഷയാണ്. വിദേശത്ത് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ട് നിങ്ങൾ അറബ് ഭാഷ പഠിക്കണം. കമ്പ്യൂട്ടർ സെക്ഷനിലൊക്കെ നിങ്ങൾ ചെന്ന് അതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഭാഷ അറിഞ്ഞിരുന്നാൽ നല്ലതല്ലേ. അന്നേരം ബഹ് റുൻ ബഹ് 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 റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ ബഹ് റുൻ. ബ ഹ് റുൻ ബ ഹ് റുൻ ബ ഹ് റുൻ. ബഹ്റുൻ അല്ല വായിക്കേണ്ടത്, ബഹ്റുൻ 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 ബഹ്റുൻ. ഇനി അടുത്തത് ജീമ് ജ. ഇത് ജീമാണ്. പുള്ളി ഇല്ലെങ്കിൽ ഹ എന്ന് വായിക്കും. താഴെ ഒരു പുള്ളിയുള്ളപ്പോൾ ജീം എന്ന് വായിക്കും. ജ ജീമ് ജ ജീമ് ജ ജീമ് ജ ജീമ് ജ ജീമ് ജ ജീമ് ജ. ഇത് ലാമ് അകാര ചിഹ്നം കൊടുത്തപ്പം ല ജ ല ജ ല ജ ല ജ ല ജ ല ജ ല ജല ജല. കണ്ടോ? ഇത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പം ജല ജല അങ്ങനല്ല പറയണ്ടേ. ജല ജല. രണ്ടക്ഷരങ്ങൾ പീടി വായിച്ച് ശീലിക്കണം, അത്രയേ ഉള്ളൂ. ജല. ഇത് സീൻ എന്നുള്ള അക്ഷരമാണ്. സീന്. ഇത് സീനാണ്. സ ജലസ
ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ജലസ ഉണ്ടോ? ഇത് മൂന്നും കൂടെ ചേർത്ത് പറയുമ്പോൾ ജലസ എന്നല്ല പറയണ്ടേ, പിന്നെ എങ്ങനെ പറയണം? ജലസ 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 ജലസ. നമ്മുടെ വായിക്കാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പരസ്യം കണ്ടുകൊണ്ട് 3 മാസത്തിനുള്ളിൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് അറബ് സംസാരിക്കാം. ഒന്നും നടക്കത്തില്ല സഹോദരന്മാരെ. ഞാൻ 1 മാസം കൊണ്ട് പഠിപ്പിക്കാം. 3 മാസമൊന്നും വേണ്ട, നല്ല ഭംഗിയായിട്ട്. അത് നമ്മളൊരു തത്തയെ വളർത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ തത്തയെ വളർത്തുമ്പം ആ തത്തയോട് നമ്മൾ പറയാം തത്തമ്മേ പൂച്ച പൂച്ച. ഒരു തത്തയെ വളർത്തുന്നുണ്ട്. ആ തത്തയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക തത്തമ്മേ പൂച്ച പൂച്ച, ഇത്രയും പറഞ്ഞു. അന്നേരം ഒന്നധികം വിട്ട് ആ തത്ത നമ്മളോട് പറയും. അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു തത്തയെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ, ഇപ്പം 2 പ്രാവശ്യം പറഞ്ഞെങ്കിൽ 3ാമത് ഒന്ന് അധികം വിട്ട് ഇങ്ങോട്ട് പറയുക. ആ തത്ത പറയാണ്. എങ്ങനെ പറയും? തത്തമ്മേ പൂച്ച പൂച്ച പൂച്ച. ഉണ്ടോ? തത്ത പറയാം. അതുപോലെ എന്തെങ്കിലും കേട്ടുകേൾവി പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അറബികൾ സംസാരിക്കുന്ന ശൈലിയിൽ ഉള്ള സംസാരങ്ങൾ ശൈലിയൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് അടിസ്ഥാനമായിട്ടുള്ള പഠനമാണ്. ഞാൻ നിങ്ങളെ അതും പഠിപ്പിക്കും. ഗൾഫിലൊക്കെ അറബികളൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉള്ള സ്പീഡിൽ അറിയാമല്ലോ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നത്. നിങ്ങളെയൊക്കെ നല്ല കണ്ടീഷനായിട്ട് പഠിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. അല്ല ഞാൻ ഇങ്ങനെ ചുമ്മാ വാഗ്ദാനം ചെയ്ത്. എനിക്ക് ഈ ഭാഷയൊക്കെ നിങ്ങളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ 1 മാസം മതി. നല്ല പ്രാക്ടീസ്. അടിസ്ഥാനം കിട്ടിയാൽ പിന്നെ എന്ത് കണ്ടാലും വായിക്കാം. നല്ല ഗൾഫിൽ വിദേശ രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ജോലി സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എല്ലാ മതസ്ഥരും ഇത് പഠിക്കണം. ഞാൻ ഒരു കാര്യം വീണ്ടും പറയാണ്, ഇത് മതത്തിൽ ചേർക്കാനല്ല. അറബ് ഭാഷ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ചേർക്കാനല്ല. മനസ്സിലായോ? ഭാഷയാണ്. ഭാഷ അറിഞ്ഞിരിക്കണം. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇസ്ലാം മതത്തെപ്പറ്റി മനസ്സിലാക്കാം. അതെന്തുവാണ്, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. മതം പഠിപ്പിക്കലല്ല ലക്ഷ്യം. മതം പഠിപ്പിക്കലല്ല, അറബ് ഭാഷ പഠിപ്പിക്കുക. ഇത് ഭാഷയാണ്. ഇത് ഭാഷയും മതവുമായിട്ട് ഇതിനകത്ത് അന്തരമുണ്ട്. യാതൊരു ബന്ധവുമില്ല. നിങ്ങളിത് പഠിപ്പിക്കുന്ന മതം പഠിപ്പിക്കാനല്ല. ഞാൻ ആദ്യമേ എൻ്റെ ഒരു വീഡിയോയിൽ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് വേറൊരാളിനെ ആ മതം അടിച്ചേൽപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു മതം ആ മതത്തിലേക്ക് ആ മതം വേറെ ആളിലേക്ക് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ഭീകരവാദം. ഭീകരവാദം എന്ന് പറയുന്നത് അതിനാണ്. ഇതല്ല. ഇത് വെറും ഭാഷ പഠിക്കല, നല്ല കണ്ടീഷനായിട്ട് പാട്ട് പഠിക്കല. മനസ്സിലായോ? ആരെയും ഇവിടെ നിർബന്ധിച്ചൊന്നും മതത്തിലോട്ട് ചേർക്കുന്നില്ല. മതത്തിൽ ചേർക്കുന്ന ലക്ഷ്യമല്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കണ്ടീഷനാവും. നിങ്ങൾ 1 മാസത്തിനുള്ളിൽ നല്ല സ്റ്റൈലിനാകും. ഞാൻ പിന്നീട് സ്പീഡ് കൂട്ടും വായനയിൽ. ഇപ്പോൾ സ്ലോ ചെയ്തായി വായിപ്പിക്കുന്നത്. വായനകളൊക്കെ അങ്ങോട്ട് പോവും, കുറച്ചുകൂടെ സ്പീഡ്. നമ്മളിത് മനസ്സിലാക്കി, ഒരാളിൻ്റെ മനസ്സിലാക്കിക്കൊണ്ടേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് അറിയാൻ വയ്യാവുന്ന രീതിയിലാണ്. ഒരു അധ്യാപകൻ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അറിയാവുന്ന രീതിയിലല്ല, നിങ്ങൾക്കറിയാവുന്ന. എന്നാൽ പിന്നെ അറിയാമെങ്കിൽ പിന്നെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. നിങ്ങൾക്കറിയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു. അതാണ് ഒരു അധ്യാപകൻ ചിന്തിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിയോടായാലും
ഇനി വേറെ വലിയ മുതിർന്നവരെ ആയാലും പഠിപ്പിക്കലാണോ ആ അധ്യാപകൻ മനസ്സിലാക്കേണ്ടത് ഞാൻ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് തകർച്ചയുടെ വക്കിലേക്ക് പോകും. മനസ്സിലായോ? തകർച്ചയാണ്. അപ്പം അന്നേരം ഒന്നുകൂടെ ഞാൻ പറയാണ്. ജ ജിമ് ജ, ലാമ് ല, സീന് സ, ജ ല ജ, ജ ല സ, 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 ജലസ 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 ജലസ. വീട് വായിക്കണം. ജലസ 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 ജലസ. ഒന്നും കൂടെ. ജിന്നുൻ ജിന്നുൻ ജിന്നുൻ, ജിന്നത്തുൻ 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 ജിന്നത്തുൻ, ജന്നത്തുൻ 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 ജന്നത്തുൻ, ഖൽറുൻ ഖൽറുൻ ഖൽറുൻ. ഒന്നും കൂടെ നിർത്തി പറഞ്ഞുതരാം. ജിമ് ജിന്നുൻ 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 ജിന്നുൻ, ജിമ് ജി ന്ന ജിന്നത്തുൻ 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 ജിന്നത്തുൻ. കണ്ടോ? ഇനി ജിമ് ജ, നൂന് ന, ഷദ് ന, ജന്നത്തുൻ ജന്നത്തുൻ ജന്നത്തുൻ. ഇത് ഖ ഖ ല റുൻ ഖ ല റുൻ ഖൽറുൻ 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 ഖൽറുൻ. ഐന് ആ യു നുൻ ആ യു നുൻ ആ യു നുൻ ആ യു നുൻ ആ യു യു നുൻ ആ യു നുൻ ആ യു നുൻ ആ യു നുൻ. അയനുൻ നല്ല വായിക്കേണ്ടത്. പിന്നെ അങ്ങനെ വായിക്കണം. ഐനുൻ 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 ഐനുൻ, ഖൽറുൻ 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 ഖൽറുൻ, ഐനുൻ ഐനുൻ. ബ ബ ബ ബ, ഹ ഹ ബ ഹ ബ ഹ ബ ഹ റുൻ ബ ഹ റുൻ ബഹറുൻ 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 ബഹറുൻ. അടുത്തത് ജ ല സ ജ ല സ ജ ല സ, ജലസ 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 ജലസ. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആവർത്തിച്ച് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം.